ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ബൾട്ടി സിനിമ കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷൈൻ നിഗത്തിൻ്റെ. എന്തായാലും ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ പോയി കണ്ട സിനിമയാണ് ബൾട്ടി. ആ ഒരു എക്സ്പെക്റ്റേഷന് എന്താ പറയുക, മേളിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് എനിക്ക് കിട്ടിയത്. നല്ല രീതിയിലുള്ളൊരു ആക്ഷൻ മൂവി. പിന്നെ നമ്മുടെ ശാന്തനും ഉണ്ട്, പിന്നെ രണ്ട് കൂട്ടുകാരുടെ അഭിനയിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്, പേരറിയില്ല. എന്നാലും അവർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. 4 കൂട്ടുകാരുടെ ഒരു കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ 4 പേരും ഇതിൽ എന്താ പറയുക, ഒരു താഴ്ന്ന ഒരു പ്രദേശത്ത് ജീവിച്ച് ഒരു കബഡിയൊക്കെ കളിച്ച് പോകുന്ന ഒരു നല്ല പ്ലേയേഴ്സ്, നല്ല കബഡി പ്ലേയേഴ്സ് ആയിട്ടുള്ള 4 കഥാപാത്രങ്ങളാണ്. 4 2 പേരാണ് നമ്മുടെ ശാന്തനും ഷൈനേഗും. അവരാണ് ലീഡായിട്ട് നിൽക്കുന്നത്. അതേപോലെ അവരെ സപ്പോർട്ട് ചെയ്ത് 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഈ 4 പേരുടെ ഒരു കഥ പറയുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇതിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ സെൽവരാഘവനാണ്, പിന്നെ പൂർണിമ ഇന്ദ്രിയത്തുണ്ട്, പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രനുണ്ട്. ഇവർ 3 പേരാണ് ഓപ്പോസിറ്റ് വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് പറയുന്നത്, ഈ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസ് പുത്രൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയാണ്. അതായത് ബാക്കിയൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ലെവലിൽ നിൽക്കുന്ന ഒരു സാധനത്തിൽ ഈ വില്ലൻ അത് നല്ലൊരു പീക്ക് ലെവൽ ഓഫ് ഇതിലാണ് എടുത്തു വെച്ചേക്കണത് ഇയാളുടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ ഇത്രയും ബൂസ്റ്റ് ചെയ്ത ഒരാളുടെ വാ തുറക്കുമ്പോൾ പോകുന്നൊരവസ്ഥ. അതായത് ആ ഒരു നല്ലൊരു ക്യാരക്ടറിനെ മൊത്തത്തിൽ ഇല്ലാതായി കളഞ്ഞു. ആരെങ്കിലും ഡബ് ചെയ്തായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി എനിക്ക് നല്ല രീതിയിൽ ഇതിൽ മോശമായിട്ട് തോന്നി. പിന്നെ ഇതിൽ സെൽവരാഘവൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വില്ലനിസം ആളുടെ. അതായത് നമ്മൾ തുടരും സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റേ നമ്മുടെ CI ജോർജ് എൻ്റെ ഒരു ടൈപ്പ് ഓഫ്, അതായത് നല്ലവനായിട്ട് കാണിക്കുന്നിട്ട് ഒരു മാതിരി വില്ലനിസം കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വില്ലനില്ലേ, അതാണ് നമ്മുടെ സെൽവരാഘവൻ ഇതിൽ ചെയ്തേക്കുന്നത്. അതുപോലെ പൂർണ്ണിമന്ദിരത്ത് ഫസ്റ്റ് ഹാഫിൽ ഒരു റോളും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത് ഇപ്പോൾ ഇതിലേക്ക് എന്നുള്ള, ചുമ്മാ സിഗരറ്റ് വലിച്ച് പോകാനാണോ എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇരുന്നൊരു വ്യക്തി പെട്ടെന്ന് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും സ്വിച്ച് ചെയ്ത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വില്ലെത്തിയായിട്ട് മാറി. അതായത് ഇത് മെയിൻലി ഒരു സിനിമയുടെ ഇതെന്ന് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസ്, അതായത് നമ്മൾ പലിശയ്ക്ക് കൊടുക്കുന്നവരെ ഉണ്ടാവുന്ന അവരുടെ പലിശ ആ ഒരു രീതിയിൽ ഇതിൽ നിന്ന് പൈസ വാങ്ങുന്ന ആ ഒരു ഇതിൽ പെട്ടുപോകുന്ന കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട് നമ്മുടെ ഒരു സമൂഹത്തിൽ. അതായത് നമ്മളിപ്പോൾ 50,000 രൂപ എടുത്ത 1 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. അതും കുറച്ച് കാലയളവിൽ തന്നെ 3 മാസം 2 മാസം ഇടവിൽ. അപ്പോൾ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഇതിനൊക്കെ നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നല്ല രീതിയിൽ മെസ്സേജ്, ആ ഒരു മെസ്സേജ് നടക്കുന്നുണ്ട് ഈ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഷൈൻ നിഗത്തിൻ്റെ ആക്ഷനാണ്. നല്ല രീതിയിലാണ് ഷൈൻ നിഗം എന്നല്ല, ബാക്കിയുള്ള 3 പേര് ആളുടെ കൂടെ തന്നെ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ക ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷയില്ലാത്ത ഫൈറ്റാണ്. അതിൽ ലെവലിൽ ഫൈറ്റ് സീക്വൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇവരൊരു ഹോട്ടലിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആംബിയൻസിൽ ഇവരെല്ലാവരും വളഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാവുന്നുള്ള ഒരു സംഭവമുണ്ട്. എൻ്റെ പൊന്നു അടിപൊളി. അതായത് ആ ഒരു സീൻ നമുക്ക് നല്ല രീതിയിൽ ഗൂസ് ബംസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ, കാരണം ആ സിറ്റുവേഷനിൽ ഫൈറ്റ് ഉണ്ടാവുന്ന ഒരു, അതായത് നമുക്കറിയാമല്ലോ ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ അടിപൊളിയായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ് അടിപൊളിയായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ ആ ഒരു ഹോട്ടൽ ഫൈറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന നമ്മുടെ ഈ സെൽവരാഘവനായിട്ടുള്ളൊരു ഫൈറ്റ് സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫൈറ്റ് സീക്വൻസ് എന്തായാലും സിനിമയിലുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷൈൻ നിഗത്തിൻ്റെ പെർഫോമൻസ് ആണ്. ആൾ നല്ല ഇമോഷൻ സൈഡിൽ വരാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കറിയാം. നമ്മുടെ പറവയിലായാലും നമ്മുടെ RDSലായാലൊക്കെ ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ ആൾ ചെയ്യാൻ നല്ല മിടുക്കനാണ്. അതായത് ആൾ ഇപ്പോൾ നമ്മുടെ നല്ലത്, അതായത് ഫ്രണ്ട്സിനോടൊക്കെ ഉള്ളൊരു സ്നേഹം മറ്റേ പറവയിൽ കണ്ടിട്ടില്ലേ, ആ ഒരു നമുക്ക് ഫീൽ ചെയ്യും. ആൾക്ക് ആ ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും ആ പെർഫോമൻസിൽ ഷൈൻ നിഗത്തിൻ്റെ ഒരു ആക്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു സിനിമയുണ്ട് ബൾട്ടി. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അയ്യോ.